പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് തിരുവുള്ളവർ. ജൂലേലാലോധ ചൈതന്യ തിരുവള്ളുവരസ്ഥത. തമിഴ്നാട്ടിലെ പാണ്ഡ്യരാജ്യ തലസ്ഥാനമായ മധുരയിൽ 2500 വർഷത്തോളം മുമ്പ് തിരുവള്ളവർ ജനിച്ചു. തമിഴിലെ ധർമാർത്ഥ കാമങ്ങളുടെ ശിക്ഷണം നൽകുന്ന തിരുക്കുറൾ എന്ന ഗ്രന്ഥം അദ്ദേഹമാണ് രചിച്ചത്. ഭഗവാൻ എന്ന സിദ്ധനും വിദ്വാനുമായിരുന്നു. ബ്രാഹ്മണന്റെ പുത്രനായി വള്ളുവ ജാതിക്കാരിയായിരുന്നു ആദിയിൽ വള്ളുവർ ജനിച്ചു. അച്ഛന്റെ ബുദ്ധിയും അമ്മയുടെ വിനയവും ജന്മനാ വള്ളുവർക്ക് സിദ്ധിച്ചു. അതിനാൽ ബാല്യകാലം മുതലേ ജനങ്ങൾ അദ്ദേഹത്തെ ആദരപൂർവം തിരുവുള്ളവർ എന്ന് വിളിച്ചു. വാസുകി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. തിരുവുള്ളവർ ചെന്നൈക്കടുത്തുള്ള മൈലാപ്പൂരിൽ താമസമാക്കി. തുണി നെയ്ത്തും തുണിക്കട നടത്തലും തൊഴിലായി അദ്ദേഹം സ്വീകരിച്ചു. തിരുവല്ലഭനാണ് തിരുവുള്ളവരായതെന്നും ഐതിഹ്യമുണ്ട്. മൈലാപ്പൂരിലെ വ്യാപാര പ്രമാണിയായിരുന്ന ഇലീല സിംഹൻ അദ്ദേഹത്തിൻ്റെ ആരാധകനായിരുന്നു. ശ്രീലങ്കയിൽ നിന്നും വന്ന മൈലാപ്പൂരിലെ ഒരു ഭരണാധികാരിയായിരുന്നു ഇലീല സിംഹനെന്നും അഭിപ്രായമുണ്ട്. മഹാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ. ഒരു ദിവസം കടയിൽ കയറി വന്ന് പട്ടുസാരിയുടെ വില ചോദിച്ചു. പിന്നെ സാരി പകുതിക്കേറി അതിൻ്റെ വില ചോദിച്ചു. സാരി ചെറു കഷ്ണമാക്കുന്നത് വരെ ഇത് തുടർന്നു. തിരുവുള്ളവർ ക്ഷോഭിക്കാതെ പകുതി വില വീതം കുറച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. തിരുവുള്ളവർക്ക് ക്രോധമേ ഇല്ലെന്ന് കണ്ട യുവാവ് ലജ്ജിതനായി സാരിയുടെ വില തരാമെന്ന് പറഞ്ഞു. ഞാൻ നിനക്കൊന്നും വിറ്റില്ലല്ലോ എന്നായി തിരുവുള്ളവർ. ഇനി സാരിയുടെ വിലയാണെങ്കിൽ അതിനുവേണ്ടി അധ്വാനിച്ച കർഷകരും നെയ്ത്തുകാരും മറ്റു പണിക്കാരും ചെയ്ത പരിശ്രമം നശിപ്പിച്ചതിന് എന്ത് വിലയാണ് കൊടുക്കാനാവുക? കൂടാതെ നീ എൻ്റെയും നിന്റെയും നിരവധി ഇടപാടുകാരുടെയും സമയം വെറുതെ കളഞ്ഞതിൻ്റെ വിലയോ എന്നായി തിരുവുള്ളവർ. യുവാവ് തിരുവുള്ളവരെ ഗുരുവായി സ്വീകരിച്ചു. അയാൾക്ക് ധർമാർത്ഥ കാമങ്ങളെന്ന പുരുഷാർത്ഥങ്ങളെപ്പറ്റി ഉപദേശിച്ചതാണ് തിരുക്കുറൾ ആയത്. ദിവ്യവും കാച്ചിക്കുറുക്കിയതും എന്ന സൂചനയാണ് ആ പേരിലുള്ളത്. തിരുവുള്ളവരുടെ ഗൃഹസ്ഥ ജീവിതവും ഉയർന്ന തലത്തിലുള്ളതായിരുന്നു. വാസുകി പൂർണ്ണ പതിവ്രതയായിരുന്നു. ഒരിക്കൽ ഗൃഹസ്ഥാശ്രമം സുഖകരമാകുന്നതെങ്ങനെ എന്ന് ചോദിച്ചവരുടെ മുന്നിൽ വെച്ച് തിരുവുള്ളവർ വാസുകിയെ വിളിച്ചു പറഞ്ഞു, ഒരു വിശറി കൊണ്ടുവരൂ, ഞാൻ ഈ ചോറൊന്ന് തണുപ്പിക്കട്ടെ എന്ന്. വാസുകി വിളമ്പിയ ചോറ് തലേ ദിവസത്തേതായിരുന്നിട്ടും ഒരക്ഷരം മിണ്ടാതെ അവൾ വിശറി കൊണ്ടുവന്നു കൊടുത്തു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ചോദ്യകർത്താക്കൾ സ്ഥലം വിട്ടു. മറ്റൊരിക്കൽ പട്ടാപ്പകൽ വാസുകിയോട് നൂൽ സൂചിയിൽ കോർക്കാൻ വിളക്ക് വേണമെന്ന് തിരുവുള്ളവർ ആവശ്യപ്പെട്ടു. സന്യാസമാണോ ഗൃഹസ്ഥാശ്രമമാണോ വലുതെന്ന ചോദ്യം ചോദിച്ചവരുടെ മുന്നിലായിരുന്നു ഈ പരീക്ഷണം. വാസുകി മിണ്ടാതെ വിളക്ക് കൊണ്ടുവന്നു വെച്ചു. ഭാര്യാഭർത്താക്കന്മാർ തർക്കിച്ചില്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കിയ ചോദ്യകർത്താക്കൾ നമസ്കരിച്ചു വിടവാങ്ങി. തിരുക്കുറൾ ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. അറത്തുപാൽ, പൊരുൾപാൽ, കാമത്തുപാൽ എന്നീ 3 ഭാഗങ്ങളെ 10 ഈരടി വീതമുള്ള അധികാരങ്ങളാക്കിയിരിക്കുന്നു. ഇത്തരം 130 അധികാരങ്ങളിൽ 1330 ഈരടികളാണുള്ളത്. തിരുക്കുറൾ നിരവധി ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവള്ളുവരുടെയും പത്നി വാസുകിയുടെയും സ്മാരകം ഇന്നും മൈലാപ്പൂരിലുണ്ട്. ജനക മഹാരാജാവിനെ പോലെ പൂർണ്ണജ്ഞാനിയായ കർമ്മയോഗിയായിരുന്നു തിരുവള്ളുവർ. ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം ആ മഹാത്മാവിനെ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.